ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. പറ്റോളൂ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം എന്താ ശരിയല്ലേ? സാരി എന്റെ സെലക്ഷൻ സാറിന് ഇഷ്ടപ്പെടുവോ? ഞാൻ ഇതല്ല പറഞ്ഞത്. ഇതൊരുമാതിരി പാണ്ടിക്കാർ കൊടുക്കുന്ന പോലെ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അപ്പൊ സാറിന് വരാൻ പാടില്ലായിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങി, വേണമെങ്കിൽ എടുത്താൽ മതി. എത്ര നേരമായി ഇവിടെ ഒന്നും പോയിട്ട്? എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? അച്ഛാ, വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ വർക്ക്ഷോപ്പിലാക്കിയിട്ടാ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയായിട്ട് പോയാ എപ്പോഴാച്ചാ വഴി കിടക്കാത്തത്? ആ പോലീസ് ജീപ്പിൽ പോയാ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് പേഴ്സണൽ കാര്യത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല. ഓ, അച്ഛന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ ഓരോരോ ഉദ്യോഗസ്ഥന്മാര് മലക്കറിയും മീനും വാങ്ങിക്കാനാ ജീപ്പ് ഉപയോഗിക്കുന്നത്. ആയിരിക്കാം, പക്ഷേ അച്ഛൻ അത്രക്കാരനല്ല മോളെ. കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന TC 745 നമ്പർ ബസ് ഏതാനും സമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. 10:55 ചങ്ങനാശ്ശേരി വഴി മാവേലിക്കരയ്ക്ക് പോകേണ്ട ബസ് ഇന്നുണ്ടായിരിക്കുന്നതല്ല. 11:45 ചേർത്തല വഴി ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ കൂപ്പൺ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ പേരുണ്ട്. നിൽക്കുന്നത് എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. നോക്കട്ടെ. കാണിക്കൂ. ഇത് പുതിയ ഡിസൈനാണ്. ഇത് എത്ര പവനാ? 4 പവനാണ്. 4. ശ്രീനിവാസൻ, നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത്. പണ്ടാറം എന്നാലും നല്ല പയ്യൻ. അവനെ വിളിക്കൂ, അതിന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. ഇത് മതിയോ? നോക്കി ഇഷ്ടമായോ? നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട്? പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറിഞ്ഞിരുന്നോ നീ ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരെ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരെ നിർമ്മൽ ഇറക്കൂ. നീ ഇതെങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടും പോലെ ഇങ്ങോട്ട് വരും, സ്പുട്നിക്ക് വിടും പോലെ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ ചത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. നാ ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ശാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നു ദേവാ. ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാം? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നിക്കു നിക്കു, നിനക്ക് രൂപ വല്ലതും വേണോ?
കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, വെങ്കടേശ്വര പൈ. ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്തിനാ മുതലാളി വിളിപ്പിച്ചത്? പണി തന്നിട്ടുണ്ടെന്ന് പറയാനാ. എടോ, ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി, താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ, വരിസംഖ്യ ഭജന എടുത്തേ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം. It would have to be able to change its molecular structure, like gold changing itself. നിർമ്മൽ, തുസിക്കണമേ, നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത് ശ്രീരാമ പട്ടാഭിഷേകം. അത് നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പാപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേ ഗാലി ഗാലി പാൻറിട്ട ശ്രീറാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം വരുന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? അശ്വട് അശ്വട് നിർമ്മൽ ദേവ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിടുന്ന് എന്തൊക്കെ കാണുന്നെന്നറിയാമോ? കണ്ണ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവ, താളയും സെക്സ്, മേളലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താള ഇരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ, ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണ, ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ശ്രീനിവാസനോ? നാളെ പോയി തന്നൂ. 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാല എടുത്ത് ഉറപ്പാണോ? അന്ന് കറുപ്പങ്ങൾക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. സത്യം വേണം.